നമ്മളെ അടുക്കളയിലുള്ള ചേരുവയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ഒരുപാട് ലെങ്തൊന്നും ഇല്ല. കടുക് വറുത്തതിന് ശേഷം പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് പെരുംജീരകം ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനൊരു 1/2 സ്പൂണ് വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കും. അത് മാത്രമല്ല, നമ്മൾ കടുക് വറുത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കരിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തിളച്ചതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില അതിൻ്റെ തണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണമൊക്കെ കിട്ടും. പിന്നെ തേങ്ങാപ്പാലോ അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടികളോ അതൊന്നും ഞാൻ ഇതിനകത്ത് ചേർക്കാറില്ല. ഇതിനകത്തുനിന്നല്ല, വീട്ടിൽ എന്തൊക്കെ കറികളൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഓരോ റെസിപ്പിയൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിലൊന്നും ഞാൻ അങ്ങനെ ചേർക്കാറില്ല. നാടൻ രീതിയിൽ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണോ നമ്മളെ വീട്ടിൽ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് വെച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്പം ഉണ്ടാക്കിയപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കറിയായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു.